യമൻ സൗദി അതിർത്തിയിൽ മരുഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ ഉൾപ്രദേശത്ത് അൽകർഹീറിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിക്കിടക്കുന്നത്. ചികിത്സ ലഭിക്കാതെ മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടില്ലെന്നും അൽകർഹീറിൽ നിന്ന് രക്ഷപ്പെട്ട റിയാദിലെത്തിയ മലയാളികൾ പറഞ്ഞു. ആ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സ കിട്ടാതെ ആ പുള്ളിക്കാരൻ മരിക്കുകയും പുള്ളിക്കാരന്റെ ആ മൃതദേഹം ഇന്നും ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുകയാണ്. 2 മാസത്തോളമായി അതിനോട് കാണിക്കുന്ന കമ്പനി അനാസ്ഥ കാണിക്കുന്നു. ആ മൃതദേഹം കയറ്റിപ്പോലും വിടുന്നിട്ടില്ല. ഇന്ത്യൻ എംബസിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി സമർപ്പിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നമ്മൾ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് മെസ്സേജുകളും ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു ആക്ഷനും അവരെ എടുത്തിട്ടില്ല. സുഷമ സ്വരാജിനെ നമ്മൾ ട്വിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ഒരു തീരുമാനവും ഇതുവരെ എത്തിയിട്ടില്ല. 14 മാസമായിട്ട് നമ്മൾ സാലറിയോ ഭക്ഷണമോ ഇല്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴിയുണ്ടാകണം. സുരക്ഷിതമായ താമസ സൗകര്യവും ഭക്ഷണവും ടെലിഫോൺ സൗകര്യവും ഇല്ലാത്ത സ്ഥലത്താണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതെന്ന് റിയാദിലെത്തിയ സനോജ് മോഹനൻ പറഞ്ഞു. ഈ കമ്പനിയിൽ തന്നെ അവിടെ ഇനി ഒരു 10-45ഓളം ആൾക്കാർ ഇന്ത്യക്കാർ മാത്രം കുടുങ്ങിക്കിടപ്പുണ്ട്. അവർക്കും ഭക്ഷണത്തിനോ സാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും അവർക്കും രക്ഷപ്പെടണം. പക്ഷേ അവർ പുറത്ത് വിടാതെയാണ് കമ്പനി നിർത്തിയേക്കുന്നത്. തൊഴിലാളികളുടെ താമസാനുമതി രേഖയായ ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞെങ്കിലും മാസങ്ങളായി പുതുക്കിയിട്ടില്ല. ശമ്പളവും ആനുകൂല്യങ്ങളും ഉപേക്ഷിച്ച നാട്ടിലേക്ക് മടങ്ങാൻ തൊഴിലാളികൾ സന്നദ്ധമാണ്. എന്നാൽ ഇക്കാമ പുതുക്കാത്തതിനാൽ ഫൈനൽ എക്സിറ്റ് വിസ നേടാൻ കഴിയില്ല. കമ്പനിയുടെ നിസ്സംഗതയ്ക്കെതിരെ ഇന്ത്യൻ എംബസി ഇടപെടണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. നസറുദ്ദീൻ വിജയ്, റിപ്പോർട്ടർ, റിയാദ്.